വിജയത്തിൻ്റെ ആയത്തും വിജയത്തിൻ്റെ സ്വലാത്തും ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഭാഗമാണല്ലോ ഈ അടുക്കള എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും ഹൃദ്യമായൊരു ഭാഗമാണ്. ആ അടുക്കളയിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടിൽ ബറക്കത്ത് വന്ന് നിറയും, സമാധാനം നിറയും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, സ്വസ്ഥതയും സന്തോഷവും വീട്ടിൽ കളിയാടും. അത്ര അത്ഭുതകരമാണ് ഈ രണ്ട് കാര്യങ്ങളും, വിജയത്തിൻ്റെ ആയത്തും വിജയത്തിൻ്റെ സ്വലാത്തും. ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം, എത്ര തവണ ചൊല്ലണമെന്ന് പഠിക്കണം, എങ്ങനെയാണതിൻ്റെ രൂപമെന്നും അറിയണം അല്ലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റബീഉൽ അവ്വലിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, മൗലിദുകൾ ഓതുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇത് നമ്മൾ ചെയ്യുന്നതിലേറെ വലിയ പ്രതിഫലം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവർ ഇഖ്ലാസോടുകൂടെ ചൊല്ലുന്ന ഒരു പ്രതിഫലം കൂടെ നമുക്ക് കിട്ടിയാലോ. അതായത് നമ്മൾ ചൊല്ലുന്നുണ്ട്, നമ്മുടെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ചായിരിക്കും അതിന് പ്രതിഫലം. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് വെക്കുക, അത് കാണുന്ന ഒരു മനുഷ്യന് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അയാൾ ചൊല്ലിയതിൻ്റെ കൂലിയും കൂടെ നമുക്ക് കിട്ടൂലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്വബാഹുൽ ഖൈർ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുമാറാകട്ടെ. ഇന്ന് മനോഹരമായ ചില കാര്യങ്ങളാണ് പഠിക്കുന്നത്. വിജയത്തിൻ്റെ ആയത്തും വിജയത്തിൻ്റെ സ്വലാത്തും. ഇത് രണ്ടും കൃത്യമാക്കി നമ്മളൊന്ന് നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊന്ന് ഫോളോ ചെയ്താൽ, ഒന്ന് വീട്ടിലെ അടുക്കളയിൽ ഈ ആയത്തും ഈ സ്വലാത്തും ഒന്ന് ചൊല്ലി നോക്കിക്കേ, അതിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് അറിയാന്നേ. അത്ഭുതം വീട്ടിൽ സംഭവിക്കും. സാമ്പത്തിക പ്രതിസന്ധി മാറും, സ്വസ്ഥതയില്ലായ്മ ഉണ്ടെങ്കിൽ മാറും, അള്ളാഹു സമാധാനം തരും. കുടുസായ ജീവിതമാണെങ്കിൽ അത് നീങ്ങും. അങ്ങനെ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും മനോഹരമായ ഇടമായി നമ്മുടെ വീട് മാറും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എന്തോരം നിഅമത്താണ് ചെയ്തു തന്നിട്ടുള്ളത്. പടച്ചവൻ എത്ര ബറക്കത്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നിലനിൽക്കണ്ടേ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിലനിൽക്കാനായിട്ട്? ഇത് നിലനിൽക്കാൻ ഈ ആയത്ത്, ഈ വിജയത്തിൻ്റെ ആയത്ത് നമ്മൾ കൃത്യമായി കൊണ്ടുനടന്നാൽ മതി. ആദ്യം വിജയത്തിൻ്റെ ആയത്തിനെ കുറിച്ച് പറയാം, പിന്നീട് സ്വലാത്തിനെ കുറിച്ച് പറയാം. അതായത് നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അനുഗ്രഹമാണ് അല്ലേ, നമുക്ക് തന്ന അനുഗ്രഹമാണ്. നമ്മുടെ വീട്, വാഹനം, നമ്മുടെ കച്ചവടം, മറ്റു മേഖലകളെല്ലാം റബ്ബിൻ്റെ അനുഗ്രഹമാണ്. താഴേക്ക് നോക്കിയാൽ മതി, നമ്മളെക്കാളും ചെറിയ ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എത്ര വലിയ അനുഗ്രഹത്തിന്മേലാണ് ഇരിക്കുന്നത് എന്നല്ലേ. അപ്പം അത്ര വലിയ അനുഗ്രഹമൊക്കെ തന്ന റബ്ബ് ഈ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു മാറ്റാൻ എത്ര സെക്കൻഡ് വേണം? എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ഈ ആയത്ത് കൃത്യമായി കൊണ്ടു നടക്കണമെന്നാണ്. അതിന് കൃത്യമായി വിജയത്തിൻ്റെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യണം, വിജയത്തിൻ്റെ സ്വലാത്ത് നമ്മൾ പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് ഓതുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമാണെന്നാണ്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ ഉപദേശിക്കുന്നുണ്ട്, മോനെ നിസ്കാരം കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഈ ആയത്ത് എൻ്റെ പൊന്നുമോൻ ഓതണം കേട്ടോ. നിസ്കാരം കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഈ ആയത്തോതനെ. ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനുണ്ട്, അള്ളാഹുവിൻ്റെ ദിക്റുണ്ട്, പടച്ചോൻ്റെ തൗഹീദ് പറയുന്നുണ്ട്. ഇത് മൂന്നും കൂടി മേളിക്കുന്ന അതിമനോഹരമായ ആയത്താണ് വിജയത്തിൻ്റെ ആയത്തെന്ന് പറയുന്നത്. എന്നാൽ ഇത് ഒരുപാട് വലിയ ആയത്താണോ? അല്ലല്ലല്ല, ചെറിയൊരായത്താണ്. ചെറിയ ആയത്താണ്, കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ഓതി തീർക്കാം നമുക്ക്. അതാണ് വിജയത്തിൻ്റെ ആയത്ത് എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, ശാരീരികമായ ബുദ്ധിമുട്ടാകട്ടെ, ഇതിൽ നിന്ന് കരകയറണില്ലാന്നേ. എപ്പോഴും പ്രശ്നങ്ങളാണ്. സാമ്പത്തികമായ ഞെരുക്കൊഴിഞ്ഞൊരു ഒരു വിശാലത ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണില്ല, ശരീരത്തിന് ഒരു സുഖവും ലഭിക്കണില്ല. ഈ ആയത്ത് നിങ്ങൾ ഓതിക്കോ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രി ഇങ്ങനെ പോകുമ്പോഴേ, മിഅ്റാജ് യാത്രയിലാണ്, 3 സ്ഥലങ്ങളിൽ പ്രകാശം കാണുകയാണ്, വല്ലാത്തൊരു പ്രകാശം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, അതെന്താണ് ജിബ്രീൽ നബി? അത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള 3 ഭാഗങ്ങൾ അള്ളാഹുവിടെ വെച്ചതാണ്. ഒന്ന് ഏറ്റവും മുകളിൽ കാണുന്നത് വിജയത്തിൻ്റെ ആയത്താണ്, മറ്റൊന്ന് സൂറത്ത് യാസീനാണ്. അങ്ങനെ കൃത്യമായി 3 പറഞ്ഞു കൊടുക്കുന്നുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ 1-ാം ഇടത്തിൽ അവിടെ മുകളിൽ ഇരുന്നേച്ചത് ഈ പറയുന്ന വിജയത്തിൻ്റെ ആയത്താണ്. ആകാശലോകത്ത് വെളിച്ചമാണത്.
ആകാശലോകത്ത് വെളിച്ചാണ്. ഇതെന്താണ്, ഓതിയാൽ എന്താണ് കിട്ടുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ആയത്ത്, ആകാശലോകത്ത് പ്രഭ വിടർത്തുന്ന മനോഹരമായ ഈ ആയത്ത് ഓതിയാൽ നമുക്കെന്താ കിട്ടുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഇത് കൊണ്ട് നടക്കുന്ന മനുഷ്യർ ഖിയാമത്ത് നാൾ വരുമ്പോൾ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കും. അള്ളാഹുവിൻ്റെ സന്തോഷം അവർക്ക് കാണാൻ പറ്റും. എന്തൊരത്ഭുതമാണ്! പടച്ചോൻ സന്തോഷിക്കണത് കാണുന്നതിലപ്പുറം നമുക്കെന്ത് ഭാഗ്യമാണ് മനുഷ്യരെ വേണ്ടത്? അള്ളാൻ്റെ സന്തോഷം, പടച്ചോൻ്റെ തിരുദർശനം, തിരുനോട്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ ഇത് മതിയെന്നാണ്. ഒരു സ്വഹാബി എന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, എൻ്റെ വീട്ടിലൊരു ബറക്കത്തില്ല നബിയെ, ഒരു സമാധാനം, ഒരു സന്തോഷമില്ല യാ റസൂലല്ലാ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിജയത്തിൻ്റെ ആയത്ത് പരിചയമല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? വിജയത്തിൻ്റെ ആയത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അത് കയ്യിലുണ്ടെങ്കിൽ അത് ഓതിക്കോ, വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടിൻ്റെ ബറക്കത്തിൻ്റെ കേന്ദ്രം ഒരു വേള അടുക്കള. കാരണം അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്, അവിടെയാണ് പാചകം നടക്കുന്നത്. നമ്മൾ കൂടുതൽ സമയം എൻഗേജഡാകുന്ന മേഖല ഒരു പരിധി വരെ അടുക്കളയാണെന്ന് വെച്ചോ. എന്നാൽ ഈ അടുക്കള പലപ്പോഴും മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തുംകാട് പോലെയാണ്. അവിടെ ദിക്റുകളില്ല, തസ്ബീഹില്ല, ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അത് ഏറ്റവും വലിയ ഡേഞ്ചർ സോണായി മാറുകയാണ്. വീട്ടിലൊരു ബറക്കത്തില്ലായ്മ നിറഞ്ഞു നിൽക്കുന്നത് അടുക്കളയെന്ന് തുടങ്ങിയിട്ടായിരിക്കും. അപ്പോൾ അടുക്കള എപ്പോഴും ഭംഗിയായി നിൽക്കണം, ഇല്ലേ? ഈ ആയത്ത്, ഈ വിജയത്തിൻ്റെ ആയത്ത് ആ അടുക്കളയിൽ ഓതിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നിങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് വന്ന് നിൽക്കും. മാത്രമല്ല അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു മുക്തി നൽകും, മാരക വിപത്തുകളിൽ നിന്ന് കാവൽ നൽകും. മാത്രമല്ല സമാധാനവും സന്തോഷവും കളിയാടുന്ന വീടായത് മാറും. ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് കഞ്ഞി വെക്കുമ്പോൾ അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ ഈ ആയത്തും നോതിയിട്ട് വെച്ച് അല്ലാഹു അതിൽ രുചി തരും. ചില ആളുകളുണ്ട് നല്ല കൃത്യം അളവിലൊക്കെ ഇട്ട് വെച്ചാലും ഒരു ടേസ്റ്റ് കിട്ടൂല, അല്ലേ? ഒരു രുചി ഉണ്ടാവില്ല, ഒരു കൈപ്പുണ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. ഈ ആയത്ത് നമ്മളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്, അല്ലാഹു നല്ല രുചികരമായ ഭക്ഷണം തരുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ ആയത്ത്? വിജയത്തിൻ്റെ ആയത്ത്. അതിൻ്റെ അറബി പറഞ്ഞാൽ അത് ആയത്തുൽ ഫത്ഹാണ്, ഫത്ഹിൻ്റെ ആയത്ത്. ഇപ്പം എല്ലാവർക്കും കാര്യം പിടിയിട്ടുണ്ടാവില്ലേ? ഏതാണ് ആയത്തെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഏതാണ് ആയത്ത്? അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി സയ്യിദു ആയിൽ ഖുർആൻ. ആയത്തുൽ കുർസിയുടെ പല മഹത്വങ്ങളും അറിയാം, പക്ഷേ ഈ മഹത്വം ഞങ്ങൾക്ക് അറിയാൻ പാടുണ്ടായില്ല ഉസ്താദേ. ഇന്നു മുതൽ അടുക്കളയിലങ്ങ് തുടങ്ങിക്കോ. അത്ര അത്ഭുതകരമാണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം എന്ന് തുടങ്ങുന്ന മനോഹരമായ ആയത്തുൽ കുർസി നമ്മളൊന്ന് ചൊല്ലി നോക്കിയേ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബറക്കത്ത് നമുക്ക് ലഭിക്കുമെന്നാണ്. അപ്പോൾ വിജയത്തിൻ്റെ ആയത്ത് നമ്മൾ പഠിച്ചു. ഇനി വിജയത്തിൻ്റെ സ്വലാത്ത് ഏതാണ്? വിജയത്തിൻ്റെ സ്വലാത്തും ഇതിപ്പോൾ റബീഉൽ അവ്വലല്ലേ? റബീഉൽ അവ്വലിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ കൂടുതൽ മദ്ഹും കൂടുതൽ സ്വലാത്തും ചെല്ലണം എന്നുള്ളതാണ്. ഈ കൂടുതൽ സ്വലാത്തും മദ്ഹും നമ്മുടെ വീട്ടിലിങ്ങനെ ചൊല്ലുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും. കാരണം മുത്തുനബിയുടെ നൂറ് അവിടെ ഉണ്ടാവും. മുത്തുനബിയുടെ നൂറ്, മുത്തുനബിയുടെ തിരുനോട്ടം ലഭിക്കുന്നൊരു വീട് നമുക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷമാണ്, പിന്നെ രക്ഷയാണ്, പിന്നെ ഒരു പ്രശ്നവും നമ്മുടെ വീട്ടിലില്ല. മാരക രോഗങ്ങൾ, ടെൻഷൻ, പകർച്ചവ്യാധി ഇതൊന്നും ഉണ്ടാവില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് പടച്ചോനങ്ങ് കാക്കും. അത്ര അത്ഭുതകരമായ സ്വലാത്താണ് ഈ മഹത്തരമായ വിജയത്തിൻ്റെ സ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ്. ആ സമാധാനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് സമാധാനം സപ്ലൈ ചെയ്യുന്ന ഇടമാണ് അടുക്കള. അടുക്കളയിൽ നമ്മൾ പറഞ്ഞു ആയത്തുൽ ഫത്ഹ് ഓതണം. ഇനി സ്വലാത്ത്, ഈ വിജയത്തിൻ്റെ സ്വലാത്ത് കൂടെ ചൊല്ലണം. ഏതാണ് ആ സ്വലാത്ത്? ഇത് പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വളർച്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവും. ഇത് അടുക്കളയിൽ കയറി ചൊല്ലിക്കോ. ഒരു 11 തവണ ഡെയിലി ചൊല്ലിയാൽ മതി. ഒരുപാട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ ഒരു 11 അടുക്കളയിൽ ചൊല്ലിക്കോ, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് ചൊല്ലിക്കോ. അടുക്കളയിൽ ഒരു തവണയെങ്കിലും ഒരു ദിവസം നമ്മളിത് മുടങ്ങാതെ ചൊല്ലണം എന്നാണ്. ആയത്തുൽ കുർസി ഓതുന്നതോടൊപ്പം ഈ വിശുദ്ധമായ വിജയത്തിൻ്റെ സ്വലാത്ത് കൂടെ ഒന്ന് ചൊല്ലണം. നമ്മുടെ മക്കൾ ഉയരും. മക്കളുടെ പരീക്ഷയിൽ മറ്റു മേഖലയിലൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യും, നല്ല ഓർമ്മശക്തിക്ക് കാരണമാകും. ഇടയ്ക്ക് മന്ദിരിച്ചിട്ടൊക്കെ വെള്ളം കൊടുക്കുക, വലിയ ബറക്കത്താണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ തൊഴിലിൽ മറ്റു മേഖലകളിലൊക്കെ ബറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ടോ? പലരും പറയുന്നുണ്ട്, ഉസ്താദേ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കൊല്ലങ്ങളായി, നല്ലൊരു ജോലിയില്ല, അല്ലെങ്കിൽ മുഴുവൻ കടാണ്, അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് പോയതാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട പത്നിമാർ എന്ത് ചെയ്യണം? ഈ പറയുന്ന വിജയത്തിൻ്റെ സ്വലാത്ത് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആയിരുന്നു, പടച്ചോൻ ജോലി നൽകും, ബറക്കത്ത് നൽകും. ഏതാണ് ആ സ്വലാത്ത്? അത് സ്വലാത്തു സആദ, വിജയത്തിൻ്റെ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വിജയം ഉറപ്പാണ്. അതാണ് ആ പേര് തന്നെ. ഇതാര് പതിവാക്കിയ സ്വലാത്താണ്? മഹദിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വലാത്താണ് അത്ര ഇത്.
മഹദിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത് എന്ന് നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹ് സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒന്നുകൂടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഒരിക്കൽ കൂടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മളിത് ചൊല്ലി, ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം പ്രതിഫലമാണത്ര. എങ്ങനെ? ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ലഭിക്കുക 6 ലക്ഷം പ്രതിഫലമാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദുനിയാവിലും വിജയം, ആഖിറത്തിലും വിജയം. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആയത്തുൽ കുർസി, സ്വലാത്തു സഅദ. അടുക്കളയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ, ഇല്ല കഴിയുമെങ്കിൽ ഒരു 11 പ്രാവശ്യം, അതിലേറെയാലും ഭംഗിയായി മാഷാ അല്ലാ, ഒരു 11 തവണയെങ്കിലും അടുക്കളയിൽ ഇത് ഡെയിലി പതിവാക്കിക്കോ. ആയത്തുൽ കുർസി അങ്ങനെ തന്നെ ഒന്ന് പതിവാക്കി നോക്ക്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മനോഹരമായ യാക്രമ ബൈത്ത്, ഒരു ഒന്നരാടം നമുക്ക് യാക്രമ ബൈത്ത് ചൊല്ലണം. എന്താ യാക്രമ ബൈത്തിൻ്റെ പ്രത്യേകത? മാറാ രോഗങ്ങൾക്ക് പോലും മരുന്നാണ്. എന്ത് മുറാദും ഇമാമിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് പ്രയാസം ഉണ്ടോ ആ പ്രയാസമൊക്കെ യാക്രമ ബൈത്തിൻ്റെ മുമ്പിൽ അലിഞ്ഞങ്ങില്ലാതാവും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الله قبول ചെയ്യട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا
على رحمة ترى بي حين يقسمها تأتي على حسب العصيان في القسم مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صلي وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي سحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صبا وأطرب العساح بالعيسي بالنعم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمنى
بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും യാ റബ്ബനാ സ്വലാത്തുകൾ ചൊല്ലിയതും പടച്ചവനെ നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഖൽബുകൾ പൊട്ടുകയാണ് റബ്ബേ, സങ്കടങ്ങൾ ധാരാളമുണ്ട് അല്ലാ. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സുരക്ഷിതത്വവും നൽകണയല്ല, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല. ഇണകളെയും സന്താനങ്ങളെയും നീ നന്നാക്കണയല്ല, നിസ്കാരമുള്ള സ്വാലിഹിങ്ങളാക്കണയല്ല, പൊന്നുമക്കളെ ആബിദീങ്ങളാക്കണയല്ല, മാതാപിതാക്കളോട് അദബുള്ള സന്താനങ്ങളാക്കണയല്ല. ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തെയും അതുപോലെ മറ്റു മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹദിയ ചെയ്യുന്നവരെയും നീ ചേർത്തു പിടിക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പടച്ചവനെ ജോലിക്കായി വിദേശ ലോകത്തേക്ക് പോയവരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുണ്ട്. യാ റബ്ബനാ ഹൈറായ തൊഴിൽ നീ നൽകണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീക്കണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. റഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ പലരും ഹോസ്പിറ്റലുകളിലാണ്, പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. റഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, യാ റബ്ബനാ, പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. സ്വന്തമായി വീടെന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ തമ്പുരാനെ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ
آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته.